വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 2024 ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആവുന്നേ ഉള്ളൂ. നമ്മള് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുകയാണ്. ഇന്നത്തെ 2024 ലാസ്റ്റ് ഡേയുടെ വീഡിയോ ആണ് അല്ലേ? ഇനി നമ്മൾ 2025 പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. നമ്മള് ടൈം ഇവിടെ 8:30 കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മള് എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാംസും ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പോകുന്ന സ്ഥലം നമുക്ക് എങ്ങനെയൊക്കെയാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം അല്ലേ? വീഡിയോ എടുക്കാം. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും അപ്പൊ നമ്മള് അവിടെ ഉണ്ടാവുക. എവിടെ ഫയർ വർക്സില് ഫയർ വർക്സ് കാണാൻ നമ്മള് പോവാണ് അല്ലേ? എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എല്ലാവരെയും കാണാം. എല്ലാവരെയും കാണിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ. നല്ല പടക്കം പൊട്ടിക്കും. 12 മണിയാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല ജലദോഷവും പനിയുടെ ഒക്കെ ഒരു ലാഞ്ചുണ്ട്. നല്ല തണുപ്പാണ് പുറത്ത്. ഇപ്പൊ നമ്മളെല്ലാം സ്വെറ്ററും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ് നമ്മളല്ലേ എല്ലാ സെറ്റപ്പോടും നല്ല തണുപ്പ്. ഓരോരോ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഡ്രസ്സാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് അവിടെ എത്തിയിട്ട് നമ്മള് കാണാം. ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ടാവും. അപ്പൊ ന്യൂ ഇയർ ഫയർ വർക്സ് ഒന്നും കാണില്ല. ആ പാട്ട് വെക്കാം. നമ്മുടെ ആ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ യാസ്. ആ കാണുന്നത് എന്താകുന്നു? യാസ് അല്ലേ? നമ്മളിപ്പോ അങ്ങോട്ടാണ് പോണേ അല്ലേ? ഇപ്പൊ കണ്ട നമ്മളിപ്പോ ഇറങ്ങിയതിനേക്കാളും തിരക്ക് റോട്ടിൽ കൂടി തുടങ്ങി. ഇനി നമ്മള് ഇങ്ങോട്ട് വരുമ്പോ ഇനി ഇതിപ്പോ നോക്കിയ സമയം എത്രയായിട്ടേ ഉള്ളൂ. ഇനി നമ്മള് തിരിച്ചു വരുമ്പോഴുള്ള ട്രാഫിക് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പുറത്തിറങ്ങാൻ. പക്ഷെ പുറത്തിറങ്ങാതിരിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തിറങ്ങും. ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും. എല്ലാവരും ഇതുപോലെ കുറേ ഫയർ വർക്സും പ്രോഗ്രാംസും നടക്കല്ലേ. ഇപ്പൊ എല്ലാവരും പുറത്തായിരിക്കും. ഇതൊരു പ്രത്യേക ഒരു ഫീൽ അല്ലേ അല്ലേ വിനോട്ടാ? തീർച്ചയായിട്ടും. വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ? My opinion is well opinion. My opinion is always good opinion. ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസംബർ ഓടിച്ചോളൂ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വർത്താനം പറയട്ടെ. ഈ ടൈമിൽ നമ്മൾ 2 വർഷമായിട്ട് നാട്ടിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ന്യൂ ഇയർ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് കുറച്ച് നാട്ടിലേക്ക് പോകേണ്ട സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് 2 വർഷം മുന്നേ അല്ലേ? കഴിഞ്ഞ വർഷമാണ് വിനോദന്റെ അച്ഛൻ ഞങ്ങളിന്ന് വിട്ടുപോയത്. അപ്പം നമ്മൾ ആ സമയത്ത് നാട്ടിലായിരുന്നു. ന്യൂ ഇയർ എന്ന് പറയുന്നതൊന്നും നമുക്കില്ല. അച്ഛൻ പോയി. പിന്നെ കഴിഞ്ഞ വർഷം അച്ഛൻ്റെ ആണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നാട്ടിലുണ്ടായില്ല. പിന്നെ ഈ വർഷം നമ്മൾ ഈ സമയത്ത് ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ലീവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ന്യൂ ഇയർ ഇനി നാളെ എല്ലാവർക്കും ലീവാണ്. അവിടെ പൊതു അവധിയാണ് 1-ാം തീയതി എന്ന് പറയുമ്പോൾ. അപ്പം അതൊരു ഡിസംബർ മാസം തന്നെ ഒരു പ്രത്യേക ഫീലാ അല്ലേ വിനോദ? അപ്പൊ നമ്മള് ഡിസംബർ ആകുമ്പോ നമ്മള് അതൊരു പ്രത്യേക ഫീൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ ന്യൂ ഇയറും കൂടി അത് ഈ സമയത്ത് എന്തായാലും വീട്ടിലിരിക്കുമ്പോ നമുക്കൊരു വിഷമം പോലെയാണ്. ഞാൻ പറയുമ്പോ അത് ഭയങ്കര ഇത് നാട്ടിലുള്ളാകുമ്പോ ഞാൻ നാട്ടിലാകുമ്പോ ഇപ്പൊ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേറെ വശം. നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കാര്യങ്ങളും. അയ്യോ പോലീസ് നിറയെ കണ്ടോ? നിറയെ നല്ല തിരക്കായി തുടങ്ങിയിട്ടാ. കാണിച്ചേ ട്രാഫിക്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം കണ്ടോ? ഇതൊക്കെ ഇവിടെ ഇതെന്താ പിന്നോട്ട് ഇവിടെയാണ് ഇവിടെ F1 റേസ് ഒക്കെ നടക്കുന്നത്. ഇവിടെയാണ് F1 ഫോർമുല 1 റേസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് യാസ് ഐലൻഡ്. ഇവിടെ കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിട്ട് നമ്മളിതായി പോകുന്നവരും നമ്മൾ പോകുന്ന എല്ലാവരും ഒരുത്തിയിലേക്ക് തന്നെയാണ്. ഫയർ വർക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. ആദ്യം എത്താൻ 9 മണിക്ക് നമ്മൾ എത്തുമെന്ന് അറിയില്ല. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. കാരണം സമയം ഇപ്പോൾ 8:51. വണ്ടിയിലിരുന്ന് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പൊ എടുക്കാൻ നമുക്ക്. അപ്പം നമ്മള്
കണ്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്. അപ്പൊ ഇതിലും തിരക്കായിരിക്കും തിരിച്ച് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ കേട്ടോ. നമ്മുടെ ഈ ബ്ലോക്കിൽ നിന്ന് നീ എവിടെ എത്തിയിട്ടില്ല. ഇനി 3 മിനിറ്റേ ഉള്ളൂ 9 മണിയുടെ ഫയർ വർക്സിന് കേട്ടോ. എവിടെയാ? ഇവിടെ ഈ സൈഡ് ആയിരിക്കും. നമുക്കത് മിസ് ചെയ്യും. കാറിൽ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുമായിരിക്കും. വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം. ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തുന്നുള്ളത്. ഇപ്പൊ നമ്മള് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവരെങ്ങടാണോ പോവാൻ പറയണ അങ്ങോട്ട് മാത്രമേ പോവാൻ പറ്റുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. നല്ല ഭംഗിയുണ്ട് അല്ലേ. സൂപ്പർ സൂപ്പർ. ഇങ്ങനെ കാണാനേ ഇതിലിട്ട് കാർ മൂവ് ചെയ്യണമെന്ന് നോക്കണേ. കാറിലിരുന്നോണ്ടാട്ടോ കണ്ണ്. കരകയോ ഇങ്ങനെ കാണാൻ പറ്റിയ. അപ്പൊ ഉണ്ണി നന്നായി കണ്ടു അല്ലെ. ഉണ്ണി രണ്ടുപേർക്ക് നന്നായി. ഞാൻ കണ്ടോളൂ. ഇങ്ങനെ പോലീസ് വണ്ടി ഇങ്ങനെ നിൽക്കും. പോലീസ് വണ്ടി ഓരോ സൈഡുകളിൽ നിൽക്കുന്നവരാണ് പോലീസ്. അല്ലേ അവരെടുക്കുന്നുണ്ട്. ന്യൂ ഇയർ ആവുമ്പോൾ വരുമല്ലോ 12 മണിക്ക് ഇതുപോലെ ഒരു ഫയർ വർക്സ് നമ്മളൊന്നും കൂടി കാണും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഉണ്ണി അടിപൊളി അല്ലേ. ഞാൻ 12 മണിക്ക് ന്യൂ ഇയർ ആവുമ്പോ കേട്ടാ. ഇതാ ഇപ്പോഴും നമ്മള് അതെ സമയം 9:30 ആവാൻ പോകും. നമുക്ക് ഇനിയും പാർക്കിംഗ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് നേരത്തേക്കാളും തിരക്കായി. ഇനി ഇങ്ങനെ സമയം എടുക്കുന്നിടത്തോളം നല്ല അയ്യോടാ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി പോകുന്നു. ഒരു രക്ഷയില്ല. നമ്മളെവിടെ ഇനി പാർക്കിംഗ് കാണും. ആ ലൊക്കേഷൻ ഇട്ടോ. പാർക്ക് ചെയ്തതിന് ശേഷം അപ്പൊ ലൊക്കേഷൻ അയക്കാം. കറങ്ങി എവിടെയോ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നൊക്കെയാണ് അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞത്. അങ്ങനെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊപ്പം വന്നവർ പിന്നിലാണ്. അവരും കൂടിയും വരണം. അവരെവിടെയോ വഴി തെറ്റിയിട്ടുണ്ട്. നമ്മളങ്ങനെ പാർക്കിംഗ് കിട്ടി. നമ്മളങ്ങനെ പുറത്ത് കിടന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവരേനെയും കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോവാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവരെവിടെ എത്തി നമുക്കറിയാം. ചൂടാണോ ഉണ്ണി? ഭയങ്കര ചൂടാണ്. കാറ് വരും ഉണ്ണി. ഉണ്ണി അടുക്കള നിൽക്കരുത്. അപ്പം നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഇനി അവർ വരട്ടെ. ഞാൻ മുന്നിൽ നടക്കട്ടെ. അല്ലേ അതിന്റെ കയ്യേ ഞാൻ
ഞാൻ ആ കല്ല് ആ കല്ലല്ല ഞാനൊരു കല്ല് ചവിട്ടിയിടുന്നത്. വേറെ ലെവല് കളിച്ചോ DJ. ലെറ്റേഴ്സ് ടു സാന്റ. എന്തെങ്കിലും പറയണ്ടോ? എന്താണ് പറയുന്നത്? Letter to stand up. Letter to stand up. എന്താണ്? അതെ. ഇവിടെ ആൾക്കാരും മാറിക്കാൻ പറയാൻ പറ്റും. കൈ പിടിക്കണ്ടോ? ആ പോണു. ഈ ഇങ്ങോട്ട് പോരൂ. വാ ഉണ്ണി വരൂ. എന്ത് 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 പ്ലിങ്ങായി വല്ല ആവശ്യമുണ്ടോ? ആ വെള്ളത്തിൽ കളിക്കാൻ നമ്മ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ആ വെള്ളത്തിൽ കളിക്കാൻ നമ്മ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അയ്യോ അണ്ണ പോയി നനഞ്ഞിട്ട് പോരും. ആ കാണാൻ ആ കറങ്ങി കാണാം. ആ കാണുമല്ലേ? പൊട്ടിക്കൽ കാണാം. അത് ശരിയാ, കറക്റ്റ്. രണ്ട് സൈഡിലും ഉണ്ട് അത്രേ. സീറ്റിംഗ് ആയല്ലോ. നമ്മള് സീറ്റിംഗ് ആയേ. ഫയർവർക്സ് കാണാനുണ്ടോ? എനിക്കിത് മാത്രമേ തന്നുള്ളൂ. വെള്ളം തരുമോ? ായി പറഞ്ഞ അവനോട് എന്താ കഴിക്കണേ? അവിടെ ആയിരിക്കും ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ. ഏറ്റവും വലുതൊന്നുമല്ല. വീടും 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 വീടും. ഉണ്ണിക്കുട്ട ഇത് സ്റ്റെപ്പാണ്. ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വീടും. ന്യൂഇയറിനെ വെയിറ്റ് ചെയ്യാൻ വേണം അല്ലേ? എന്താണ് എടാ അപ്പൂനെ കാണാനില്ലല്ലോ. എവിടെ? ആ
ഹായ് പറ വീരി. ഒരു പുരോഗമനമില്ലാത്ത രണ്ടാളുകളുണ്ട്. ഒരു മാറ്റം അപ്പോ തട്ടി വിടരുത്, ചാടരുത്. പൊട്ടി ഒന്നും ഒരു മിനിറ്റ് കേട്ടാ, ഒരേ ഒരു മിനിറ്റ്. ഇനി ഒന്നും ചാടൊന്നരുത്. അപ്പോ ഒരു മിനിറ്റ് കൂടി അല്ല കേട്ടാ, വെയിറ്റ്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ ആക്കി എടുത്ത ഞങ്ങള് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് ഞങ്ങള് ഫയർവർക്സ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നല്ല ഹാപ്പി എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ആഘോഷിക്കണം. ആ ശരി, സ്കൂള് തുറക്കേ. ഓക്കെ, ബൈ. സ്കൂൾ തുറക്കും. ബൈ ബൈ. ആ ഉറങ്ങിയോ ഉണ്ണിക്കുട്ട? ഉണ്ണി ഉറങ്ങി.